ഗൈസ്, രാവിലെ ഉണരാൻ ചായ വേണം, ഉച്ചയ്ക്ക് ഒരു ഉന്മേഷത്തിന് ചായ, രാത്രി ഉറക്കം വരാതിരിക്കാനും ചായ വേണം. പക്ഷെ വൈകുന്നേരത്തെ ചായ ഉണ്ട്, അത് നമുക്ക് മിസ്സാക്കാം. അത് മാത്രമല്ല, ചായ മാത്രം കുടിച്ചാൽ അതിനൊരു ഫിനിഷിംഗ് ഉണ്ടാവില്ല. കൂടെ ഒരു പരിപ്പോട് പഴംപൊരി അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റെങ്കിലും വേണം. നമ്മുടെ രാവിലത്തെ ചായയും വൈകുന്നേരത്തെ ചായയും ഒരു അന്താരാഷ്ട്ര പ്രശ്നം. ഏതായാലും പണ്ടാരോ പറഞ്ഞ പോലെ ചായക്ക് കടയായി എന്തുമാകാം, പക്ഷെ കടിക്ക് ചായ നിർബന്ധമാണ്. അതുകൊണ്ട് ന്യൂഡിൽസ് ആയാലും ഉപ്പുമാവായാലും അങ്ങോട്ട്. സോ ഗൈസ്, ഇന്നാണെങ്കിൽ എന്റെ രണ്ടാമത്തെ താത്തയും പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ചായക്ക് നമ്മൾ ഇപ്പ് ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത്. തിളക്കുന്നതിന് മുമ്പ് ഞാൻ തന്നെ മസാലയുടെ പാക്കറ്റൊക്കെ ഇങ്ങനെ പൊട്ടിച്ചു. അപ്പൊ തിളക്കുന്ന നേരത്ത് നമുക്ക് കഷ്ടപ്പെടേണ്ട, നേരിട്ട് അങ്ങനെ മസാല നമ്മുടെ മാഗിനെയും തിളച്ച വെള്ളത്തിൽ നമുക്കത് വേവുന്ന വരെ ഇടയ്ക്കും തലയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആദ്യം ഒന്നും ഞാൻ ഈ പ്ലാസ്റ്റിക് കവർ കണ്ണി കണ്ടെടുത്ത് വലിച്ചെറിയാണ് ചെയ്യാറ്. ഇപ്പൊ ഞാൻ അത് നിങ്ങൾ വിചാരിക്കും ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങളൊക്കെ വന്നു തുടങ്ങി. ഇതിൽ ഞാൻ മാത്രം ഒറ്റക്കായ കാരണം കൊണ്ടും മെയിൻ കാരണം നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് വരുന്ന പ്ലാസ്റ്റിക് വറക്കാൻ വരുന്നവരില്ലേ, അവരെനിക്ക് ഒറ്റക്കാണ്ട് ഡീൽ ചെയ്യാൻ പറ്റും. അവർ വരുന്ന നേരത്തെ ഈ കുട്ടീനെ പിടിച്ച് എനിക്ക് പ്ലാസ്റ്റിക് അവിടെ നിന്ന് ഇവിടെ നിന്നും പറക്കെടുത്തോണ്ട് പോകാനൊന്നും പറ്റുന്നില്ല. കൊടുത്തില്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് നല്ല വിഷയം. സോ ഗൈസ്, നമ്മുടെ ന്യൂഡിൽസ് അങ്ങനെ റെഡിയായി. അങ്ങനെ നമ്മളെല്ലാവരും കഴിക്കാനിരിക്കുകയാണ്.